കുടുംബാരോഗ്യ കേന്ദ്രത്തിന് MLAയുടെ പ്രത്യേക ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ച് അനുവദിച്ച ആംബുലൻസ് കൈമാറി. നാട്ടിക MLA CC മുകുന്ദൻ ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. എന്നിരുന്നാലും നമ്മുടെ ഫണ്ട് MLAയുടെ ഫണ്ടൊന്നല്ല, ഒരു ആസ്തി CC മുകുന്ദന്റെ ഫണ്ടൊന്നല്ല, നമ്മുടെ ഫണ്ടാണ്. നമുക്ക് MLAക്ക് തരുന്ന ആസ്തി വികസന ഫണ്ടാണ്. അത് നമ്മുടെ ഇവിടുത്തെ നിർദ്ദേശമനുസരിച്ച് എല്ലാ പഞ്ചായത്തിലും ചെയ്യുന്നതുപോലെ നമ്മുടെ പാർളം ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ആംബുലൻസ് കൊടുക്കാൻ ആലോചിച്ചത്. പലയിടത്തും ഇപ്പോൾ 6ാമത്തെ ആംബുലൻസാണ്. എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും കൊടുക്കണമെന്നാണ് മനസ്സിലുള്ള ആഗ്രഹം. പക്ഷെ ആഗ്രഹം വരുന്നത് എന്താണെന്നറിയോ, നമ്മുടെ പാവപ്പെട്ട രോഗികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ മാനസിക പ്രയാസം നേരിടുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു കൈത്താങ്ങ് ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് നിയമപരമായിട്ട് വഹിക്കാൻ പോകുന്നതൊക്കെ നിയമപരമായ ചില തടസ്സങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് വളരെ കാലം മുമ്പൊക്കെ പാസ്സാക്കി കൊടുത്തത് ഫണ്ട്. അതെങ്ങനെ ചില റൂട്ടുകൾ വഴി കൈതെറ്റി പോകുന്നതിന് ഫലമായി വളരെ സമയമെടുത്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എന്തായാലും ഇതൊക്കെ കിട്ടും എന്നൊരു ഉറപ്പ് ഇപ്പം എൻ്റെ മനസ്സിൽ വന്നു. ഒക്കെ ഇപ്പോൾ നമ്മൾ കൊടുത്ത പല റോഡുകളും തോടുകളും ഇതൊക്കെ പണിയൊക്കെ വളരെ പറയലാണ്. പക്ഷെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ മൂലാമലകളൊക്കെ ഞാൻ എല്ലാ ഉദ്യോഗസ്ഥന്മാരോടക്കം വഴക്ക് കൂടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനിയൻ ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. നമ്മുടെ പഞ്ചായത്തിലെ ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം MLA ഇഷ്ടം പോലെ നമ്മൾ ആവശ്യപ്പെടുന്നതും അല്ലെങ്കിൽ MLA ആൾക്ക് ഫണ്ട് വരുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കും, പ്രസിഡന്റ് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, ഇന്നത് സംഭവം ഉണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് MLA തന്നെ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. ആ രീതിയിലേക്ക് നമ്മുടെ പഞ്ചായത്തിന് വിവിധ തരത്തിലുള്ള ഫണ്ടുകൾ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. വിവിധ ബസ് സ്റ്റോപ്പുകളാണെങ്കിലും ഹൈമാസ് ലൈറ്റ്, അതുപോലെ തന്നെ മിനിമാസ് ലൈറ്റുകൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള ഫണ്ടുകൾ നമുക്ക് MLA അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ അതുപോലെ തന്നെയാണ് ഈ ആംബുലൻസും അനുവദിച്ചേക്കണേ. സ്കൂളിന്റെ 1 കോടി രൂപ നമുക്ക് ഗവൺമെന്റ് സ്കൂളിന് MLA അനുവദിച്ചു. അതിന് പണി ഇപ്പോ ഈ മാസം ലാസ്റ്റോടുകൂടി പൂർത്തീകരിച്ച് നമുക്ക് കൈമാറുന്നതാണ് പറഞ്ഞേക്കണേ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. തൃശൂർ ജില്ലാ ആരോഗ്യ മെഡിക്കൽ ഓഫീസർ ശ്രീവിദ്യ TP, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് P. പോൾ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രമോദ് K, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിത മണി, പഞ്ചായത്ത് അംഗങ്ങളായ സ്മിനു മുകേഷ്, ജൂബി മാത്യു, ലിജീവ് PK, മണി KK, സിബി സുരേഷ്, ശ്രീജിത്ത് CR, അനിത പ്രസന്നൻ, സുനിൽ KB, സുബിത സുഭാഷ്, സെക്രട്ടറി രേഖ VS എന്നിവർ സംസാരിച്ചു.